ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജിജു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിജു. യഥാർത്ഥ പേരൊന്നുമല്ല, സാങ്കല്പികമായ ഒരു പേരാണ്. എനിക്കിപ്പോൾ 27 വയസ്സുണ്ട്. ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ബിടെക്കാണ് പഠിച്ചത്. വലിയ ശമ്പളമൊന്നുമില്ല. അച്ഛനും അമ്മയും 2 ആൺമക്കളുമായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛനില്ല. 3 വർഷത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ചെറിയൊരു ബിസിനസ് നടത്തുകയായിരുന്നു. അമ്മ വീട്ടമ്മയായിരുന്നു. ഞങ്ങൾ 2 കുട്ടികളെ നോക്കി അമ്മ സുഖകരമായി ജീവിച്ചു പോകുകയായിരുന്നു. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ താളം തെറ്റിയത്. കാര്യം പുള്ളിക്ക് ഞങ്ങളറിയാത്ത ഒത്തിരി കടവും കടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നിൽക്കക്കള്ളില്ലാതായി. കുറേയൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങൾ കൊടുത്ത് തീർത്തു. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, പിന്നീട് തരാമെന്നൊക്കെ. ലോണും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനിയും ഒത്തിരി ബാക്കിയുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല മാഡം. ഇടയ്ക്ക് ഞാൻ ഗൾഫിൽ പോയി. അവിടെയും പച്ച പിടിച്ചില്ല. തിരിച്ചു വന്നു. പിന്നെയാണ് ഈ കമ്പനിയിൽ ജോലി കിട്ടിയത്. ഇപ്പോൾ എൻ്റെ വരുമാനം, ഞങ്ങളുടെ വീട്ടിലെ ചെലവ്, കടം, പിന്നെ അനിയൻ്റെ പഠിത്തം. അവനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. 1.5 വർഷമായി പോയിട്ട്. അതിനെല്ലാം കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. മാസാവസാനമാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം. എൻ്റെ അമ്മ പുറത്തെങ്ങും പോയി ജോലിയൊന്നും ചെയ്തിട്ടില്ല. നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. അമ്മയെ ജോലിക്ക് വിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അമ്മ ഇതൊക്കെ മാനേജ് ചെയ്ത് വീട്ടിൽ നിൽക്കുകയാണ്. ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ചെന്ന് 10ാം ദിവസം തന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അതീവ സുന്ദരിയായ അവളെ നിരസിക്കാൻ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനൊന്നുമല്ല എനിക്ക്. വീട്ടിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. പക്ഷേ അവൾ എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അനിയനുമായിട്ട് എനിക്കത്ര വലിയ സംസാരമില്ല. കാര്യം അവൻ എന്നോട് ഇത്തിരി അകന്നാണ് നിൽക്കുന്നത്. കുറച്ച് ബഹുമാനമുണ്ട്. പിന്നെ അമ്മയോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആ കൊച്ചിനോട് പറഞ്ഞ് എല്ലാം മനസ്സിലാക്കിപ്പിക്കുമോനെ. അല്ലാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഈ അടുത്ത കാലത്ത് ഒരു 32 വയസ്സ് വരെ നിൻ്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടങ്ങളൊക്കെ വീട്ടണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അവളോട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവൾ സമ്മതിക്കുന്നില്ലെന്ന്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവാ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാവുന്ന. അങ്ങനെ ഒരു ഞായറാഴ്ച അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്ന് എൻ്റെ അനിയനുള്ള സമയമാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അവളെ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എടാ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇല്ലേ, എനിക്കിതൊന്നും പറയാൻ തോന്നിയില്ല. നല്ല സുന്ദരിയായ തങ്കപ്പെട്ട ഒരു കൊച്ച്. എൻ്റെ ചെറുപ്പകാലം പോലെ എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ വലിയ സുന്ദരിയായിരുന്നടാ കോളേജിൽ പഠിക്കുമ്പം. എത്ര ചെക്കന്മാർ എൻ്റെ പുറകെ നടന്നാണെന്നറിയാമോ? അവസാനം വീട്ടുകാരാലോചിച്ച് കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അച്ഛനെ പോലെ ഇത്തിരി കരിഞ്ഞ ഒരാളായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, പുള്ളി പോകുന്നത് വരെ നമ്മളെ നന്നായിട്ട് നോക്കിയല്ലോ. കുറ്റം പറഞ്ഞതല്ല. എങ്കിലും എനിക്ക് പറ്റിയൊരു സുന്ദരനല്ല എൻ്റെ ഭർത്താവെന്ന് എൻ്റെ കൂട്ടുകാരികളൊക്കെ എപ്പോഴും പറയുമായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല. അവൾ സുന്ദരി, നീയും സുന്ദരൻ. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണമെന്നല്ലേ കവി പാടിയത്. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. എന്തായാലും അവളെ വിടാതെ പിടിച്ചോ. അവൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കാടൊക്കെ തീരുമ്പോൾ അവളെ കല്യാണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതുപോലെ അവളോട് പറഞ്ഞു, അമ്മയ്ക്ക് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയാൻ പറ്റില്ല മോളെ. ഇനിയിപ്പോൾ എന്ന് കടം തീരുന്നറിയില്ല. അന്നേ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, അതൊന്നും സാരമില്ല. കാര്യം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനൊക്കെ മരിച്ചു പോയതാണ്. ബന്ധുക്കളുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിറകടിച്ച് പാറി നടക്കുന്ന ഒരു ശലഭമാണ്. എന്നെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല. അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിച്ച പോലെ ഇപ്പോഴേ ജീവിക്കാൻ തുടങ്ങിയാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അബദ്ധങ്ങളൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അവൾ അതിഭയങ്കരമായ പ്രാക്ടിക്കലാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സംഭാഷണത്തിനിടയ്ക്ക് അമ്മയോട് ഞാനിത് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവൾ പറഞ്ഞതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അവൾക്കും മോഹവും ദാഹവും ഒക്കെയുള്ള പ്രായമല്ലേ. നിനക്കും അത് തന്നെ. ശരിയാണ് പറഞ്ഞത്. എന്തെങ്കിലും കാര്യങ്ങളിൽ ഈടുപാടുണ്ടാകുകയാണെങ്കിൽ മോനെ സൂക്ഷിച്ചും കണ്ടും വേണം. സ്ത്രീയാണ് ഓപ്പോസിറ്റ് എന്ന് ഓർത്തോണം. അവസാനം നിൻ്റെ പേര് വെളിയിൽ വന്ന് നീ പെട്ടുപോകരുത് എന്നമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, എനിക്കങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അവൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ കടമൊക്കെ വീട്ടിട്ട് കല്യാണം കഴിക്കാൻ എനിക്ക് ഓക്കെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിയന്ത്രണമുണ്ടെങ്കിൽ നീ അങ്ങനെ നിന്നോ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരല്ലേ. മോനാണെങ്കിലും നമുക്കൊന്നും പറഞ്ഞ് നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് അമ്മ പറഞ്ഞു. അവൾ എന്തായാലും
പതിവായി എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അമ്മയോട് അവൾ ഭയങ്കര കൂട്ടാണ്. അമ്മയ്ക്കും അവൾ പ്രിയപ്പെട്ട മരുമകൾ തന്നെ. പക്ഷേ കല്യാണം ഈയിടയ്ക്കിങ്ങ് നടക്കില്ല എന്നോർത്ത് അമ്മയ്ക്ക് ദുഃഖമുണ്ടായിരുന്നു. ഈ കടങ്ങളൊക്കെ എന്ന് വീട്ടാനാണ് മോളെ? എനിക്ക് ചെറുപ്പകാലത്തായിരുന്നെങ്കിൽ വഴിവിട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കും ഞാനിങ്ങ് ഇറങ്ങിപ്പോയേനെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, അമ്മ എന്തൊക്കെ തോന്നിയാസാ അവളോട് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പം അമ്മ പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? നിന്നെ ആരെങ്കിലും വിളിച്ചോ? ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പെണ്ണുങ്ങൾക്ക് മനസ്സിലാകും പെണ്ണുങ്ങളുടെ കാര്യം, ആണുങ്ങൾക്ക് മനസ്സിലാകില്ല. അതിപ്പോൾ മോനാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണുങ്ങളൊക്കെ സെൽഫിഷാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ തമ്മിൽ ഉടക്കുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ സമാധാനിപ്പിച്ചു. എന്തിനാ ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അമ്മ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പം അമ്മ ഒരു ജോലിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? അതുകൊണ്ട് പെട്ടെന്ന് കടം തീർക്കാൻ പറ്റുമോ? ഒന്നുമില്ല, ഒരു സഹായമായേക്കും. എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം പിന്നെ ഒന്നും നടക്കില്ല. അമ്മ തന്നെയാണ് പറഞ്ഞു വന്നത്. കാര്യം എന്തായാലും പണമില്ല. വേറെ വഴിവിട്ട രീതിയിൽ ചെറുപ്പക്കാരിയായിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാമായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അല്ലാതെ അമ്മ ഈ പ്രായത്തിൽ ഇറങ്ങിപ്പോകുന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു. അവൾ അമ്മയെ ന്യായീകരിച്ചു. എന്നാലും അമ്മ ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നീ അവിടെ ഇരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കടവും ഒക്കെ ഉണ്ട്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് കച്ചിത്തുരുമ്പിലും ഞാൻ പിടിച്ചേനി. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ചു വന്നാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനൊരു ജീവിതമാണ്. എനിക്ക് നല്ല മടുപ്പുണ്ട്. എനിക്ക് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞേനി, ഒന്നുകിൽ നീ അങ്ങ് ഇറങ്ങി ആടുമോളെ, ഇല്ലെങ്കിൽ നല്ലപോലെ പണം കിട്ടുന്ന 2-3 കാമുകന്മാരുമായിട്ട് അടുത്ത് നിൽക്കൂ, ഇല്ലെങ്കിൽ നമ്മുടെ കടമൊക്കെ വീട്ടുന്ന ഒരാളെ കണ്ടുപിടിക്കൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞേനി. പെട്ടെന്ന് നന്നായി പണമുണ്ടാക്കാൻ സ്ത്രീകൾക്ക് കഴിയുമോളെ എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാമുകി പറയുകയാണ്, അത് ശരിയാമേ, പക്ഷേ ഇല്ലേ അമ്മ ഇപ്പോഴും നല്ല ചെറുപ്പമാണ്. സത്യം പറഞ്ഞ അമ്മയ്ക്കൊരു കാര്യം അറിയാമോ? ആൻറ്റിമാർക്ക് ഭയങ്കര ഡിമാൻഡാമേ. അതും തടി അങ്ങനെ. അതറിയില്ല. 10, 20, 25 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഇല്ലേ 50 വയസ്സിന് മേലുള്ള ആൻറ്റിമാരോടാണ് ഇഷ്ടം. അവർക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. അയ്യോ അതെന്താടി അങ്ങനെ? അതിപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള ട്രെൻഡാ. അമ്മയ്ക്കൊന്നും അറിയില്ലേ? ഞാനെങ്ങനെ അറിയാനാണ്? ഇങ്ങനെ ഓരോ കുത്സിത ബുദ്ധികൾ എൻ്റെ മനസ്സിലുണ്ടെന്നല്ലാതെ ഞാൻ പുറത്തെങ്ങാണ്ട് പോകുന്നു. ഭർത്താവിനെ ആശ്രയിച്ച് ജീവിച്ചൊരു സ്ത്രീയല്ലേ. ഇപ്പോൾ കടവും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടും എൻ്റെ തലയിൽ തേനീച്ച മൂളുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെ ഈ പറഞ്ഞത്? സാധാരണ ഒരു കുടുംബത്തിൽ പിറന്ന ആൾക്കാർ സംസാരിക്കുന്ന മാറ്റാണോ സംസാരിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, കുടുംബത്തിൽ പിറന്ന ആൾക്കാർ അനുഭവിക്കുന്ന രീതിയിലാണോ നമ്മുടെ ജീവിതം? ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു തന്നെ ഉള്ളൂ, അല്ലാതെ ഇറങ്ങിപ്പോയി എങ്ങ് നിന്നൊന്നുമില്ലല്ലോ. നീ വലിയ സദാചാരക്കാരനൊന്നും കളിക്കണ്ട. ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വളഞ്ഞ വഴിയൊന്നും നോക്കിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നീ ഗൾഫിൽ പോയിട്ട് എന്ത് നേടി? എടാ അപ്പുറത്തെ ലീല, അവൾ 2 വർഷം ഗൾഫിൽ പോയി നിന്നതേ ഉള്ളൂ. ഇപ്പം അവളുടെ വീട് എങ്ങനെയാണ്? എങ്ങനെ ജീവിച്ച അവർ? ഇപ്പോഴെങ്ങനെയാണ് ജീവിക്കുന്നത്? നിനക്ക് നോക്കിയാൽ അറിയില്ലേ? അതിന് ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ വല്ല കാര്യങ്ങളും നടക്കും. നീ ഗൾഫിൽ പോയിട്ട് ആ കമ്പനി നിന്നില്ല, നീ ഇങ്ങി പോകുന്നു, ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നു. എന്താ ഗുണം? ഒന്നുമില്ല. ഇനി എൻ്റെ ഇളയ മോൻ പഠിച്ച് അവൻ വല്ല അമേരിക്കയിലോ UK മറ്റോ പോവാമെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരും. അതെന്നാണെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ. അമ്മേ, പലഹാരം ഉണ്ടാക്കി വയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ ഭക്ഷണം അതൊക്കെ ഡെലിവർ ചെയ്യുന്ന ഒരു പ്ലാൻ ചെയ്യാം. അതൊന്നും പോരാതെ എന്തിനാണ് ഇത്തരം വളഞ്ഞ വഴികളൊക്കെ സംസാരിക്കുന്നത്? ചേടാ, ഞങ്ങൾ സംസാരിക്കുന്നതിന് നിനക്കെന്താ? ഞാനും എൻ്റെ മരുമോളും കൂടെ പലതും സംസാരിക്കും, ഞങ്ങൾ പലതും കാണിക്കുകയും ചെയ്യും. നീ നിന്റെ പാട് നോക്ക് എന്ന് പറഞ്ഞു. ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. 2 പെണ്ണുങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കൊസറാക്കുള്ളുകളാണ് ഉണ്ടാക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. ഇവർ ചുമ്മാ ബുദ്ധിമുട്ടുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നീട് ഒരു ദിവസം ഞാനും കാമുകിയും കൂടെ ഓഫീസിൽ ഒരു ടൈമിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരുമിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം. ചിലപ്പം 1 വർഷം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ മിച്ചം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, എന്താ നീ ഉദ്ദേശിക്കുന്നത്? നിനക്കിറങ്ങാൻ ഉദ്ദേശമുണ്ടോ? അതോ എൻ്റെ അമ്മയും നീയും കൂടെ ഒന്നിച്ചിറങ്ങുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല,
അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ ഒരു ഹോസ്റ്റലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് എൻ്റെ അമ്മയില്ലേ ചേട്ടാ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വലിയ വീട്ടിലായിരുന്നു. അവിടുത്തെ ജോലിക്കാരിയായിരുന്നു. അവിടെ വെച്ച് അമ്മയ്ക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സഹിച്ചതാണോ അതോ അഡ്ജസ്റ്റ് ചെയ്താണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അമ്മയ്ക്ക് അവിടെ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ വേറെ വീട് വെച്ചു. ഇപ്പോൾ നല്ല സെറ്റപ്പായി. എന്നെ പഠിപ്പിച്ചു. അതെല്ലാം ആ കാശാണ്. ഇനി ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴുള്ള ഒരു കഥ പറയാം. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ശുഭ എന്ന് പറഞ്ഞൊരു ചേച്ചി താമസിക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ കൂടെ വേറൊരു ചേച്ചിയുമുണ്ട്. ആ മറ്റേ ചേച്ചി അധികാരോട് മിണ്ടില്ല. ഈ ശുഭ ചേച്ചി ഞങ്ങളോട് എല്ലാം മിണ്ടും. പക്ഷേ ഒത്തിരി കാലം കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് അവരുടെ തൊഴിൽ എന്താണെന്ന്. അവൻ എന്നോടത് ഒരു ദിവസം വിശദമായിട്ട് സംസാരിച്ചു. അവർക്കതിൽ ഒരു പ്രശ്നവുമില്ല. ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ ചേച്ചിയും അങ്ങനെ തന്നെ. അതല്ലാതെ വേറെയുണ്ട്. കാര്യം വീട്ടിലിരിക്കുന്ന ചില വീട്ടമ്മമാരില്ലേ, അവർക്ക് ചേട്ടനെ പോലെ സൗന്ദര്യമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരിമാരെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അവർക്ക് ചേട്ടൻ്റെയൊക്കെ ഒരു സാമീപ്യം ആവശ്യമുണ്ട്. അതേപോലെ തന്നെ എന്നെപ്പോലൊരു സ്ത്രീയാണെങ്കിൽ അത് അവരെ കാത്തിട്ട് ചിലപ്പോൾ പ്രായമായ ആളുകളായിരിക്കും കാത്തിരിക്കുക. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർക്ക് ആൻറ്റിമാരെ ആവശ്യമുണ്ട്. ഇതൊക്കെ ആ ചേച്ചിനോട് വിശദമായിട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ ശേഷം എന്നോടും അവർ ചോദിച്ചാണ് താല്പര്യമുണ്ടോയെന്ന്. ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. കാര്യം ഈ പറഞ്ഞതുപോലെ അമ്മയുടെ കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ പറയാതെ എനിക്കറിയാം. ഇപ്പോൾ പണവുമുണ്ട്. പിന്നെ അതിൻ്റെ മേൽ പിന്നെയും പണം വരുത്താമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒട്ടും പണമില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ചേച്ചി പറഞ്ഞത് കേട്ട് വഴി തെറ്റിപ്പോയേനെ. അതിനെ തെറ്റായിട്ട് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റില്ല. കാര്യം കാശിൻ്റെ ആവശ്യം വരുമ്പോൾ ഒന്നിൽ നമുക്ക് നീതിയും ന്യായവും ഒന്നും നോക്കാൻ പറ്റില്ല ചേട്ടാ. അങ്ങനെയാണ് ലോകം. എന്തായാലും നിങ്ങളോട് ഞാനെല്ലാം തുറന്ന് പറയാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇനിയിപ്പോൾ ഭാവിയിൽ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഉള്ള സമയത്ത് സ്നേഹത്തോടുകൂടി ഇരുന്നാൽ മതി എന്ന് അവൾ പറഞ്ഞു. ഞാൻ ഓർത്തു, ഇവരൊക്കെ എത്ര വലിയ ജീവിതാനുഭവങ്ങളിൽ കൂടി ഇങ്ങനെ വന്നവരാണ്. ഈ പെൺകുട്ടിയൊക്കെ എത്ര വ്യത്യസ്തയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പെണ്ണിനെ ഒരാണുങ്ങളും ഇവിടെ ഇത്രയും തുറന്നു പറയുന്നു. സംശയമൊക്കെ തോന്നിട്ട് വേണമെങ്കിൽ ഉപേക്ഷിക്കാം. പക്ഷേ എല്ലാം തുറന്നു പറഞ്ഞ അവളോട് എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. എന്നാലും അവിടെ പറഞ്ഞ വഴിക്കൊന്നും പോകാൻ എനിക്കത്ര ഒരുക്കമായിരുന്നില്ല. എങ്കിലും അവളെ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും എന്തിനാണ് വെറുതെ ഇങ്ങനെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ ഇവിടെ ഇങ്ങനെ തൂണ് പോലെ നിൽക്കുകയല്ലേ. നിന്റെ ശുഭചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൻറ്റിമാർ കാണില്ലേ എന്നെയൊക്കെ തേടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ, ഈസി ആയിട്ട് പണം ഉണ്ടാക്കാം. കടമെല്ലാം വീട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ? അമ്മയും നീയും ഇതൊന്നും സംസാരിക്കേ വേണ്ട. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ പെട്ടെന്ന് നല്ല കാര്യം, എനിക്കതിൽ പൂർണ്ണ സമ്മതമാണെന്നും. ഞാൻ ചോദിച്ചു, നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ എന്തിനാ കളിയാക്കുന്നത്? അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ പറഞ്ഞതാണ് നല്ലത്. കാര്യം ഞങ്ങൾ രണ്ടുപേരും സേഫാണ്. നിങ്ങൾ പോവുകയോ വരികയോ എൻജോയ് ചെയ്യുകയോ കടം വീട്ടുകയോ ഒക്കെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന 25,000 രൂപയും കൊണ്ട് എങ്ങും നമ്മളെത്തില്ല എന്ന് എനിക്കറിയാവുന്നു. ഞാൻ പറഞ്ഞ വെറുതെ നിൻ്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ തമാശ പറഞ്ഞതാണെന്ന്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, തമാശയ്ക്ക് പറഞ്ഞാണെങ്കിൽ അതുകൊണ്ടൊരു ഗുണവുമില്ല. പക്ഷെ കാര്യമായിട്ട് പറഞ്ഞാൽ ശുഭചേച്ചിയോട് ഒറ്റ കോള് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് നല്ല കിടിലൻ ക്യാഷ് കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞു. ഒന്ന് പോടി. അല്ലെന്നേ, കറക്റ്റാണ്. നിങ്ങളെ കാണാൻ നല്ല സുന്ദരനല്ലേ, അതുകൊണ്ടല്ലേ ഞാനും കയറി ഒട്ടിയത്. ഒരു പെണ്ണിന് സ്വപ്നത്തിൽ കാണുന്ന അതിനേക്കാൾ മികച്ചൊരാളാണെങ്കിൽ മാത്രമേ അവൾ അങ്ങോട്ട് പുറകെ നടക്കുകയുള്ളൂ. അല്ലാതൊന്നും പുറകെ നടക്കില്ല. ഞാൻ അത്യാവശ്യം സുന്ദരിയാണെന്ന് എനിക്കറിയാം. എന്നെക്കാളൊക്കെ എത്രയോ സൗന്ദര്യം തോന്നിയിട്ടാണ് നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ ഈ കടവും ബാധ്യതകളും എല്ലാം കേട്ടിട്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ട്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇറങ്ങുന്നോ? ഇറങ്ങിയെങ്കിൽ ഞാൻ ശുഭചേച്ചിയോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പോടി, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. പക്ഷേ അവൾ പിറ്റേന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും വള്ളിപ്പുള്ളി തെറ്റാതെ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു. അമ്മയപ്പോൾ ഉടനെ, എടി അത് നല്ലൊരു ഐഡിയാണ്. ഇവനല്ലേ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ശീലാവധികളുടെ വീട്ടിലിരിക്കണമെന്ന്? ഇവനിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇവനാണല്ലേ. അപ്പോൾ ഒരു കുഴപ്പമില്ല മോളെ, ഇത് നല്ലൊരു ഐഡിയയാണ്. പണം അവൻ സമ്പാദിക്കട്ടെ. ഗൾഫിൽ വിട്ടിട്ടോ അവൻ പച്ച പിടിച്ചില്ല. നിൻ്റെ അച്ഛനായി ഉണ്ടാക്കിയ കടം നീ അങ്ങ് തീർക്കും മോനെ. അമ്മേ, ചുമ്മാ തമാശ പറയരുത്. തമാശയല്ല, ഇത് കാര്യമായിട്ടാണ് പറഞ്ഞത്. നീ ആ ശുഭയാൻ്റി ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. എടാ,
ഇത് പറ്റും, ഇതിലൊരു പ്രശ്നവുമില്ല. ഒരു വളഞ്ഞ വഴി വേണം, എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ വേണ്ടി കടം തീർക്കാൻ എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇനിയിപ്പം മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. അമ്മ എനിക്കതൊന്നും പറ്റുമെന്ന് തോന്നില്ല. പറ്റും, നീ എന്തായാലും ആണല്ലേ, ഇങ്ങനെ തടിമാടിനെ പോലെ നിൽക്കുകയാണ്, നീ വിളിക്കടി അവളെ എന്ന് പറഞ്ഞ് എൻ്റെ കാമുകെ കൊണ്ട് അമ്മ ശുഭയെ വിളിപ്പിച്ചു. അപ്പോൾ ശുഭ ചേച്ചി ഫോൺ എടുത്തിട്ട് അവളോട് സംസാരിച്ചു. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ശുഭ ചേച്ചി പറയുകയാണ്, ആ കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ അടിപൊളി ഗ്ലാമർ നല്ല സീരിയൽ നടന്മാരെ പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, അതല്ലാതെ ചെറിയ സൗന്ദര്യമുള്ളവർക്കൊന്നും ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല മോളെ. നല്ല സൗന്ദര്യമുണ്ടെങ്കിൽ ഓക്കെ, നീ പറയുന്ന ആള്, നിന്നെ കെട്ടാൻ പോകുന്ന ആള് നല്ല സൗന്ദര്യമുള്ളവനാണോ? നീ ഒരു ഫോട്ടോ അയച്ചതാ, അല്ലെങ്കിൽ വീഡിയോ കോളിൽ വാ, അപ്പം ഞാൻ സംസാരിക്കാൻ ബാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ നല്ലൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവർ വീഡിയോ കോൾ വിളിച്ചു. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ മടി, എന്നാലും കാമുകി എന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ശിവചേച്ചി അപ്പുറത്ത് പറയുകയാണ്, സൂപ്പറായിട്ടുണ്ട് മോനെ, നീ സൂപ്പറാണ്, ഞങ്ങളുടെ കൂടെ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നീ നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. നിനക്ക് ധൈര്യമില്ലേ? ഇല്ലേടി, ഇവന് ധൈര്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കാമുകി എന്നെ നുള്ളി. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അമ്മയാണെങ്കിൽ എന്നോട് പറയുകയാണ്, ഓക്കെ, ഒരു പ്രശ്നവുമില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് റിസ്ക്കാണ്, വേണ്ട, നമ്മൾ തമാശയ്ക്ക് തുടങ്ങിയതാണെന്ന്. അപ്പം അമ്മ വന്ന് എൻ്റെ തോളിൽ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു, തമാശയല്ലേ മോനെ, എന്തെങ്കിലും രീതിയിൽ ഞാൻ ഓർത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിൽപ്പെട്ട വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ നല്ല പണമുള്ളവനെ, അങ്ങനെയൊക്കെ പോലും ഞാൻ വിചാരിച്ചു. നമ്മുടെ ഈ കടത്തിൽ നിന്ന് കരകയറാൻ എന്താണ് വേറെ വഴി? ഇതിപ്പോൾ നല്ല വഴിയാണ്. ആണുങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല, എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് കരുതിയാൽ മതി. പ്രശ്നങ്ങളും രോഗങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിച്ചാൽ മതിയടാ, എല്ലാം ഓക്കെ ആകും. അമ്മേ, എനിക്ക് ശരിക്കും പേടിയാന്ന് പറഞ്ഞില്ലേ, പേടിയൊക്കെ മാറുവിടാ. ആദ്യത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആണുങ്ങൾക്കാണോ? അവർക്ക് സ്ത്രീകളെ കാണുമ്പോൾ ആദ്യം പേടിയാണ്, പിന്നീടില്ലേ അവർ കരകാണ ചുഴിയിലങ്ങ് വീണ് പോകും. പിന്നെ അത് തേടി നടക്കുന്നവരാണ്. നിൻ്റെ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും എല്ലാ ആണുങ്ങളും ഇതുപോലെ തന്നെ. ദൈവം സഹായിച്ച് എൻ്റെ സൗന്ദര്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്. നിൻ്റെ അച്ഛൻ്റെ മോന്ത വല്ല കിട്ടിയിരുന്നെങ്കിൽ ഇത് നടക്കത്തുമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ 3 പേരും കൂടി ഒന്നിച്ച് നിന്ന് നീ അങ്ങ് കളത്തിലിറങ്ങുന്നു എന്ന് പറഞ്ഞ് അമ്മ അങ്ങ് പ്രഖ്യാപിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഞെട്ടലായിരുന്നു. അമ്മ എങ്ങനെ ഒരു അമ്മയാണെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമെന്നോ, ഇങ്ങനൊരു കാര്യത്തെ നിർബന്ധിക്കുമെന്നോ തീരുമാനം എടുക്കുന്നോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും 2 പേരും കൂടെ ഒന്തിത്തള്ളി എന്നെ വിട്ടു മാഡം. 55 വയസ്സുള്ള ഒരു ആൻറ്റിയാണ് എനിക്ക് ആദ്യമായി സഹായ സഹകരണം വാഗ്ദാനം ചെയ്തത്. അവരെൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട് ശുഭ ചേച്ചി വഴി കണക്റ്റ് ചെയ്തു. അപ്പോൾ ശിവചേച്ചിനോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുക, ആദ്യത്തെ കുറേ അധികം മീറ്റപ്പുകളിൽ ഒരു ഗുളിക ഞാൻ തരാം, അത് 1 മണിക്കൂറിന് മുമ്പ് കഴിച്ചിട്ട് പോകണം. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സംഭ്രമമുണ്ടെങ്കിലും നിനക്ക് ടെൻഷനൊന്നും തോന്നില്ല, നല്ല പോലെ നിനക്ക് ഉണർന്നിരിക്കാൻ പറ്റും എന്ന് ചേച്ചിനോട് പറഞ്ഞു. ചേച്ചിയുടെ നിർബന്ധം മൂലമാണ് ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് പോയത്. ആദ്യത്തെ ദിവസം ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ഏറ്റവും പുതിയ ആളാണെന്ന്. ആൻറ്റി പറഞ്ഞു, അതൊക്കെ ശരിയാ മോനെ, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാനും കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും സൗന്ദര്യമുള്ളവരെയൊക്കെ വല്ലപ്പോഴും മാത്രമാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, മക്കളൊക്കെ വിദേശത്തുമാണ്, ഞാനിവിടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. കാശൊന്നും ആൻറ്റിക്ക് ഒരു പ്രശ്നമല്ല. മോൻ നന്നായി പ്രവർത്തന മേഖലയിൽ കാര്യക്ഷമത കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അവർ ഒരു സകല കലാവല്ലഭയായിരുന്നു. ഉണർത്താനും ഉറക്കാനുമൊക്കെ അവരുടെ മിടുക്ക് ആർക്കുമില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ശിവചേച്ചി പറഞ്ഞു തന്ന മരുന്ന്, അതും നന്നായി വർക്കൗട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നേരവും കാലവും കടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി തന്നെ എന്നെ അഭിനന്ദിക്കുന്ന നിലയിലേക്ക് എത്തി. ആദ്യ ദിവസം തന്നെ അതെനിക്ക് ഒത്തിരി കോൺഫിഡൻസ് തന്നു. പിന്നീട് 6 മാസത്തോളം ആൻറ്റിയായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. മാഡം, എൻ്റെ സാലറി ഒന്നുമല്ല, എനിക്കൊരു മാസം കിട്ടുന്ന സാലറി അതിൻ്റെ 10 ഇരട്ടി എനിക്ക് ആൻറ്റി തന്നു. 1 മാസമായപ്പോഴേക്കും നല്ല പോലെ കടങ്ങൾ വീട്ടാമെന്ന് എനിക്ക് ഒരു ആത്മവിശ്വാസമായി. എൻ്റെ കാമുകിയും അമ്മയും കൂടെ നിന്നു. അമ്മയാണ് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തത്. ഒരു പ്രശ്നവുമില്ല, ഇത് നല്ല വഴി തന്നെയാണെന്ന് അമ്മ 100 വട്ടം എന്നോട് പറഞ്ഞു. കുറ്റബോധം തോന്നിയാൽ ഉടനെ തന്നെ അമ്മ പറയും, അത് ദൂരെ കളയുക എന്ന്. ശുഭചേച്ചിക്കും നല്ല രീതിയിൽ എന്നെക്കൊണ്ട് ഉയർച്ചയുണ്ടായെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. എല്ലാം സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു മാഡം. പിന്നെയും ശുഭചേച്ചി പല രീതിയിലുമുള്ള പല ലെവലിലുമുള്ള കണക്ഷൻസ് എനിക്ക് വേണ്ടി തുറന്നിട്ടു.
ആളുകളുടെ കടങ്ങളെല്ലാം 6 മാസത്തിനുള്ളിൽ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാഡം വിശ്വസിക്കുമോ? വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം ഞാൻ മീറ്റ് ചെയ്ത ആ ആൻറ്റിയില്ലേ, ആൻറ്റിയോട് പിന്നീട് ഒരു നിമിഷത്തിൽ ഞാൻ ഇറങ്ങിയ കഥകളൊക്കെ പറയേണ്ടി വന്നു. അപ്പോൾ ആൻറ്റി ബാക്കി കടം ബാങ്കിൽ എത്രയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ എമൗണ്ട് പറഞ്ഞു. അവർ 2 ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് തന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 5 പൈസയുടെ കടമില്ല. കടം മുഴുവനും തീർന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കല്യാണം കഴിക്കണമെന്ന് അവൾ വാശി പിടിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഞങ്ങളുടെ കല്യാണം വളരെ കുറച്ച് ആൾക്കാരെ വെച്ച് പെട്ടെന്ന് നടത്തി. അവളുടെ അമ്മയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം ഇതെല്ലാം ഉപേക്ഷിക്കാം, ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇതിനെല്ലാം വേറെ ട്വിസ്റ്റ് ഉണ്ടായത്. അമ്മായിയമ്മയും മരുമകളും ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ അങ്ങ് ഒന്നായി. 2 പേരും എന്നെ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ അനുവദിച്ചില്ല. അവർ പറഞ്ഞത് ആവുന്ന കാലത്തോളം നന്നായി മുന്നോട്ട് പോയിക്കോ, ഒരു പ്രശ്നവുമില്ലെന്നാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ നിർത്തും, നമുക്ക് അല്ലാതെ എന്തെങ്കിലും വഴി നോക്കാം, ഇനിയിപ്പോൾ പണമുണ്ടല്ലോ ബിസിനസ് വല്ലതും തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, മിണ്ടിപ്പോകരുത് ബിസിനസ്, ഇനി നിൻ്റെ അച്ഛൻ്റെ കഥകളും നിൻ്റെ ബിസിനസ്സും ഒന്നും ഇവിടെ കേട്ടു പോകരുത്. നമുക്ക് ഇങ്ങോട്ട് പണം കിട്ടുന്ന കാര്യം മാത്രം, ചെലവില്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശുഭയുമായി ചേർന്ന് കൊളാബറേഷൻ വർക്കുകൾ ഞാനും ഇനി ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അമ്മയോട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ കുഴപ്പമില്ല, നിൻ്റെ ജീവിതം സെറ്റിലായി, അവളും കൂടെയുണ്ട്, അവളുടെ സപ്പോർട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 പെണ്ണുങ്ങളും ഞങ്ങളുടേതായ സ്വത്ത് സമ്പാദനത്തിന് ഇനി ഇറങ്ങിയാണെന്ന് പറഞ്ഞു. വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അവർ എൻ്റെ കാര്യം പറഞ്ഞ നിനക്കാകാമെങ്കിൽ ഞങ്ങൾക്കും ആകാം എന്ന് പറഞ്ഞ് ഇപ്പോൾ സജീവമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ എനിക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ട് ഞാൻ പണമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കാര്യത്തിലേക്ക് വീണു. അവസാനം എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരും സജീവമായിട്ട് ഇറങ്ങുന്നു. പണമൊക്കെ ഇഷ്ടംപോലെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് മാഡം, എങ്കിലും എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അമ്മയെയോ ഭാര്യയെയോ എനിക്ക് ഭരിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല മാഡം. അവർ പറയുന്ന പോലെ എനിക്ക് ജീവിക്കേണ്ടി വരും. അവരുടെ ചെയ്തികളൊക്കെ ഞാൻ അനുസരിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. എനിക്കത് ഉറപ്പാണ്. ഇതിന് യാതൊരു മറുമരുന്നുമില്ല. എങ്കിലും എനിക്ക് ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു ചുറ്റിത്തിരിവായി എൻ്റെ ജീവിതം തോന്നാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കണക്കിൽ നോക്കുമ്പോൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ആളുകൾ ഓരോ കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാനൊന്നും ആർക്കും പറ്റില്ല. കാര്യം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആ 2 പെണ്ണുങ്ങൾക്ക് മുമ്പേ തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മരുമകളും എന്തോ മനസ്സിൽ വിചാരിച്ചു. ആ സമയത്താണ് കാമുകിയായിട്ട് അവർ വന്നത്. പെണ്ണുങ്ങൾ 2 പേരും കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തിന് ഗൃഹനാഥൻ എന്ന് പറഞ്ഞത് താങ്കളാണല്ലോ, അപ്പം നിങ്ങളെ ആദ്യം ഈ രീതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അവരുടെ ചെയ്തികൾക്ക് നോ എന്ന് പറയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ആദ്യം നിങ്ങളെ ഇറക്കിപ്പിച്ചു. പണമുണ്ടായി, അത് കഴിഞ്ഞ് അവരും അവരുടെ ഇഷ്ടത്തിനിറങ്ങി. അതാണ് അതിബുദ്ധി. നിങ്ങളെ ആദ്യം എന്താ പറയുന്നത്, കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കാന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യമാണ് അവിടെ നടന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ചൂഷണം തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും നല്ലതാണെന്നോ അല്ലെങ്കിൽ നിങ്ങളത് ഒരിക്കലും തുടർന്ന് പോകണമെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും അവരെ ബോധവൽക്കരിച്ച് നിങ്ങൾ നോ എന്ന് പറഞ്ഞ് അവരെയും നോ എന്ന് പറഞ്ഞ് നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി, വ്യക്തിത്വം ഒക്കെ നിങ്ങൾക്കുണ്ടാകേണ്ടതാണ്. അല്ലാതെ ഇത്തരം ഒരു കഥയുടെ അല്ലെങ്കിൽ ഇതൊരു കഥ തന്നെയാണെന്ന് വിചാരിച്ചോളൂ, അതിന് പുറകെ നമുക്ക് ഒരിക്കലും എസ് പറഞ്ഞു പോകാൻ പറ്റില്ല. നോ തന്നെ ശക്തമായി പറഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു കഥാപാത്രമാണ് ഈ ഒരു കഥയിലെ പുരുഷൻ.